നമ്മുടെ ഈ നിത്യജീവിതത്തിലെ ആചാരങ്ങളും അതിൻ്റെ അന്ധവിശ്വാസങ്ങളും അതിൻ്റെ ചരിത്രവും തുടക്കവും തേടിയുള്ള അന്വേഷണത്തിൽ അടുത്ത് വരുന്നതാണ് നമ്മളെ ഈ വിധവകൾ വെള്ള വസ്ത്രം ധരിക്കണമെന്നൊരു ആചാരം ഉണ്ട്. ഇപ്പോൾ അത്രത്തോളം സജീവമല്ലെന്ന് തോന്നുന്നു അതൊന്നും. അതുമല്ല അവരൊക്കെ മംഗളകാര്യങ്ങളിൽ നല്ല കാര്യങ്ങളിൽ നിന്ന് പങ്കെടുക്കാൻ പാടില്ല എന്നുള്ള വിശ്വാസമുണ്ട്. അതോടൊപ്പം തന്നെ ഈ താലി കെട്ടുകയും വിധവകളായാൽ അവർ താലി മുറിക്കണം എന്നൊരു വിശ്വാസമുണ്ട്. ഇതിൻ്റെ ഒരു ചരിത്ര അന്വേഷണം എങ്ങനെയായിരിക്കും പോകുന്നത്? അത് ആദ്യം നമ്മൾ താലിയിൽ തുടങ്ങണം. അപ്പോൾ താലിയെ സംബന്ധിച്ച് ഇരു കൂട്ടരും പറയുന്നതിൽ ഒരുപാട് തെറ്റുണ്ട്. ഒരു ഉദാഹരണം, താലി കെട്ടുക എന്ന് പറയുന്നത് പുരുഷന് സ്വന്തമാക്കുക എന്ന് പറയുന്ന ഒരു അത് സ്ത്രീ അടിമയാക്കുക, കെട്ടിക്കൊണ്ടുവരിക എന്നാണ് നമ്മൾ പറയുക. അപ്പൊ അത് സ്ത്രീയെ കെട്ടിക്കൊണ്ടുവരിക എന്ന് പറയും, എന്റെ അടിമയെ കൊണ്ടുവരിക. പണ്ട് ഈ കെട്ടല, അതെ. അപ്പൊ അത് അങ്ങനെ ഒരു പുരുഷാധിപത്യത്തിന്റെ സ്വഭാവം അതിനകത്ത് കിടക്കണം. രണ്ടാമത്, ഈ താലിയെ കുറിച്ച് പറയുന്നത് സ്ത്രീയുടെ യോനി ഭാഗം പോലെയാണ് താലി. അല്ല, അത് തെറ്റാണ്. കാരണം ഓരോ ജാതിക്കും ഓരോ തരം താലിയാണ്. ഇപ്പൊ ഒരു ഉദാഹരണം, വെള്ളാള സമൂഹത്തിന്റെ ഇടയിലുള്ള താലി എന്ന് പറയുന്നത് 2 നക്ഷത്രവും മധ്യത്തിൽ ശിവലിംഗമാണ്. മറിച്ച് ആശാരിമാരെ സംബന്ധിച്ചുള്ള ആശാരി സ്ത്രീകളെ സംബന്ധിച്ച 2 ശിവലിംഗത്തിന് ആകൃതി മാത്രമേ അവർക്കുള്ളൂ. ബ്രാഹ്മണ സ്ത്രീകൾക്ക് ആലില താലിയാണ്, ക്രിസ്ത്യൻ സ്ത്രീകൾക്ക് മിന്നാണ്. മിന്നെന്ന് പറയുന്ന ഒരു ചെറിയ ഒരു സാധനം. അപ്പൊ ഈ ഓരോന്നിനും ഓരോ രൂപമാണ്. അപ്പൊ അതുമായിട്ട് അതിന് ബന്ധമില്ല. ഇതിന് ബന്ധം എന്ന് പറയുന്നതിന് ഇത് യഥാർത്ഥ ഗോത്ര ചിഹ്നങ്ങളാണ്. ഇപ്പൊ ഈ ശിവ ഗോത്രത്തിൽപ്പെട്ടവർ, അത് ആശാരിയാവട്ടെ, പിന്നെ അതല്ലെങ്കിൽ വെള്ളാളരാവട്ടെ, ചെട്ടിയാവട്ടെ, ഏത് വിഭാഗത്തിൽപ്പെട്ടവരാവട്ടെ, ആ വിഭാഗത്തിൽപ്പെട്ടവര് ഈ ശിവലിംഗം കെട്ടുന്നതിന് അവരുടെ ഗോത്ര ആചാരം അനുസരിച്ചാണ്, ഗോത്ര വിശ്വാസം അനുസരിച്ചാണ്. എന്നാൽ നായർ സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ ഒരു താലി സമ്പ്രദായം വളരെ അടുത്ത കാലത്താണ് വരുന്നത്. കാരണം അവരെ സംബന്ധിച്ചിടത്തോളം പുടവ കൊടുപ്പ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അതാണ് കല്യാണത്തിന് പിടവട എന്നൊരു വിളിപ്പേരുണ്ടായത്. പുടവ കൊടുപ്പാണ് പ്രാധാന്യം, താലിക്കല്ല പ്രാധാന്യം. ഇത് തമിഴരിൽ നിന്ന് അവർ ഇങ്ങോട്ട് കോപ്പി ചെയ്താണ് താലികെട്ട്. അങ്ങനെയാണ് അവർ കോപ്പി ചെയ്തത്. കാര്യം തമിഴരുടെ ഒരു ഇരച്ചുകയറ്റം ഇങ്ങോട്ട് വരികയും തമിഴ് നമ്മൾ ഈ ആർഭാടത്തിനെ അംഗീകരിക്കുന്ന ഒരു വലിയൊരു കുഴപ്പം നമുക്കുണ്ട്. അങ്ങനെ ആർഭാടത്തിന്റെ ഭാഗമായിട്ടാണ് ഈ അരപ്പവൻ താലി എന്ന് പറയുന്ന സങ്കല്പത്തിലേക്ക് വരുന്നത്. ഈ താലി കൊണ്ടുവരേണ്ടത് ആരാണ്? പെണ്ണ് കെട്ടുന്നവൻ കൊണ്ടുവരണം. അതായത് താലി വാങ്ങാൻ കാശില്ലാത്തവൻ പെണ്ണ് കെട്ടരുതെന്ന ഒരു സങ്കല്പം തമിഴരുടെ ഇടയിലുണ്ട്. അതിനെ ഇവരിങ്ങോട്ട് കോപ്പി ചെയ്യാണ് ചെയ്തത്. യഥാർത്ഥത്തിൽ മലയാളത്തിലെ തനത് ഗോത്രത്തിനെ സംബന്ധിച്ചിടത്തോളം താലി കെട്ടില്ല. അവർക്ക് പുടവ കൊടുപ്പേ ഉള്ളൂ. പിടവട എന്നതിന് പറയും. അപ്പൊ ഇത് രണ്ടും കൂടെ ചെയ്യാറുണ്ട്. തമിഴരെ അനുസരിച്ച് താലിയും കെട്ടും, ഈ തനത് മലയാളം അനുസരിച്ച് പുടവ കൊടുപ്പുമുണ്ട്. ഈ പുടവ കൊടുപ്പ് മലയാളി അതിനെ ഒരു വലിയ ആർഭാടമായി കാണുന്നതിന് കാരണം പുടവ എന്ന് പറയുന്ന സമ്പ്രദായം മലയാളിക്ക് അന്യമാണ്. അതിന് കാരണം എന്താണെന്ന് ചോദിച്ചാൽ, ഇവിടെ പരുത്തി കൃഷിയില്ല. അപ്പൊ നമ്മൾ ചോദിക്കും, പരുത്തിക്കുന്ന്, പരുത്തിപ്പാറ, പരുത്തിപ്പള്ളി, ഇതെല്ലാം പരുത്തി ഉള്ളതാണ്. അങ്ങനെയാണെങ്കിൽ പരുത്തിപ്പാറയിൽ എങ്ങനെയാണ് പരുത്തി ഉണ്ടാവുക? കുന്നിൽ എങ്ങനെ പരുത്തി ഉണ്ടാവും? ഇത് പരുത്തിയല്ല, പരുത്തം എന്ന വാക്കാണ്. പരുത്തം എന്ന് പറഞ്ഞാൽ വലുതെന്നുള്ള അർത്ഥത്തിലാണ്. അതുപോട്ടെ, നമ്മുടെ വിഷയം അതല്ല. അപ്പൊ ഈ പരുത്തി എന്ന് പറയുന്നത് നമുക്ക് ഇല്ലാത്തൊരു സാധനം. കാരണം ഇവിടെ അത് ഉണ്ടാവില്ല. 2 കാരണങ്ങളാൽ പരുത്തി ഇവിടെ ഉണ്ടാവില്ല. ഒന്ന്, ലാറ്ററൈറ്റ് കലർന്ന മണ്ണാണ്, കളിമൺ അംശം, അലുമിനിയം കലർന്ന മണ്ണാണ് നമുക്കിവിടെ കൂടുതലുള്ളത്. അതുകൊണ്ട് തന്നെ പരുത്തി ഫ്ലറിഷ് ചെയ്ത് വളരില്ല. അതുകൊണ്ട് കൃഷി നഷ്ടമാണ്. രണ്ടാമത്തത്, 2 മൺസൂൺ നമുക്കുണ്ടായിരുന്നു, കൃത്യമായിട്ട് ഉണ്ട്. ഇപ്പോൾ വ്യത്യാസം ഉണ്ടെങ്കിൽ ആ 2 മൺസൂണിനിടയിൽ ഇത് വിളവെടുക്കാൻ കഴിയില്ല, പഞ്ഞു ഉണ്ട കിട്ടിപ്പോ. ഈ കാരണങ്ങൾ പരുത്തി കൃഷി പരീക്ഷിച്ച് പരാജയപ്പെട്ട സ്ഥലമാണ് നമ്മുടെ കേരളം. അപ്പോൾ പിന്നെ നമുക്ക് തുണി പുറത്തുനിന്ന് വരണം. ഈ പുറത്തുനിന്ന് വന്ന സാധനങ്ങളെല്ലാം വളരെ ഡിമാൻഡ് കൂടിയതാണ്. നമ്മളെ സംബന്ധിച്ചുള്ള പവിത്രമാണ് സാധനം. അതിൻ്റെ ഉദാഹരണം ഞാൻ പറഞ്ഞുതരാം. 1816 മുതൽ 1820 വരെ കേരളവും കൊച്ചിയും പിന്നെ സന്ദർശിച്ച് റിപ്പോർട്ട് തയ്യാറാക്കിയ ലെഫ്റ്റനന്റ് വാർഡ് എന്നും ലെഫ്റ്റനന്റ് കോർണർ എന്നും പറയുന്ന 2 ബ്രിട്ടീഷ് ഉദ്യോഗസ്ഥന്മാർ എഴുതി വെച്ച റിപ്പോർട്ടുണ്ട്. അതിന്റെ പേര് ദ മെമ്മോയർ ഓഫ് ദി സർവേ ഓഫ് ട്രാവൻകൂർ ആൻഡ് കൊച്ചിൻ സ്റ്റേറ്റ്സ് എന്ന്. അതിനകത്ത് 1817 ഫെബ്രുവരി 23 ഡയറി കുറിപ്പിലുള്ളതാണ്. നെടുമങ്ങാട്ട് ചന്തയിലെ ഏറ്റവും വലിയ കച്ചവടം എന്താണെന്ന് അദ്ദേഹം എഴുതി വെച്ചിട്ടുണ്ട്. KONAMS, കോണാംസ്. അന്ന് ചന്തയിലെ ഏറ്റവും മേജർ കച്ചവടം കൗപീനമാണ്. കോണകം കൗപീന കച്ചവടം. കാരണം തുണിക്ക് അത്ര വലിയ വില നമ്മൾ സങ്കല്പിച്ചു. അതുകൊണ്ടാണ് ഈ
വിദേശത്തുനിന്ന് വരുന്ന പവിത്രമായ പുടവ കൊടുത്തൊരു പെണ്ണിനെ സ്വീകരിക്കുന്നത് പവിത്രമായി മലയാളി കാണുന്നതിന് കാരണം. മറിച്ച് തമിഴനെ സംബന്ധിച്ചുള്ള അവന് അവിടെ സുലഭമായി കിട്ടും, തുണി കിട്ടും. അതുകൊണ്ട് അവന് സ്വർണ്ണമാണ് സുലഭം. അതുകൊണ്ട് അവൻ സ്വർണ്ണത്തിലെ താലി കെട്ടി. ഇതാണ് ഇത് തമ്മിലുള്ള ഒരു വ്യത്യാസം. അതെ അതെ അതെ, പുരുഷാധിപത്യത്തിന്റെ ചോപ്പ് കൊട്ടുകാന്തുള്ള. അതായത് ഞാൻ വിവാഹിതയാണ് എന്നും ഇവളെ ആരും നോക്കരുത്, അതെ പുരുഷനില്ല, പുരുഷൻ ആരെയും നോക്കാം എന്നുള്ള അങ്ങനെയൊക്കെ ഒരുപാട് ആധിപത്യത്തിന്റെ ഒരു സ്വഭാവം അവർ കാണിക്കുന്നു. ഇതിനേക്കാൾ ഗതികേടാണ് ഭർത്താവ് മരിക്കുമ്പോൾ ഭാര്യ വിധവയായി കഴിഞ്ഞാൽ വെള്ള ധരിക്കണമെന്ന നിർബന്ധം. അതിന് അവരുടെ ഇടയിൽ ഞാനത് സംസാരിച്ചപ്പോൾ എനിക്ക് കിട്ടിയൊരു വിവരം, ഒരു യുവതിയായ സ്ത്രീ, അതായത് പണ്ട് ഈ ആയുർദൈർഘ്യം 30-35 വരുന്ന കാലത്ത് കല്യാണം കഴിച്ചാലപ്പോ ഒരു കുട്ടിയാകുമ്പോ തന്നെ അയാൾ മരിച്ചു. അവർക്ക് പ്രായം കൂടുതലാണ്. അതെ അതെ, ഈ പുരുഷന്റെ പ്രായം കൂടുതലും മിനിമം 8 ആയിരിക്കണം. 10-10 മുകളിലാണ്. ഇവർക്ക് പ്രായം കൂടുതലും, ഇവർക്ക് സ്ത്രീകൾക്ക് പ്രായം കുറവാണ്. ആയുർദൈർഘ്യം അവർ കൂടുതലാണ്. അപ്പൊ പുനർവിവാഹം അനുവദനീയമല്ല. അല്ലാതെയുള്ള പുരുഷ ബന്ധങ്ങൾ ഒഴിവാക്കുന്നതിനാണ് വെള്ള ധരിക്കുന്നത്. വെള്ള ധരിച്ചാൽ അനാകർഷക മറ്റ് ഇപ്പൊ കളർഫുൾ ആയ വസ്ത്രങ്ങൾ ധരിച്ച ആകർഷണം ഉണ്ടാവുകയും സ്ത്രീ മറ്റൊരു പുരുഷനെ ഉൾക്കൊള്ളാൻ തയ്യാറാവുകയും അല്ലെങ്കിൽ പുരുഷനെ എവിടെ ഉൾക്കൊള്ളാൻ തയ്യാറാവുകയും എന്നുള്ള ആ ഒരു സ്വാർത്ഥ സങ്കല്പമാണ് അതിന്റെ പിന്നിലുള്ളത്. എന്നിട്ട് ഇവരെ മാറ്റി നിർത്തുക. ഇനി ഇതിനകത്ത് വേറെ ഒരുപാട് സംഭവമുണ്ട്. അവർക്ക് പച്ചരി ആഹാരവും ഇലക്കറിയും മാത്രമേ കഴിക്കാവൂ. മാംസഭക്ഷണം കഴിക്കാൻ പാടില്ല. പിന്നെ പ്രോട്ടീനുള്ള മറ്റു ഭക്ഷണങ്ങളൊക്കെ അവർക്ക് നിഷിദ്ധമാണ്. ഇവര് പ്രത്യേക മുറിയിൽ കിടന്നുറങ്ങണം, മറ്റു കാര്യങ്ങളിൽ പങ്കെടുക്കാം, മംഗളകാര്യങ്ങളിൽ പങ്കെടുക്കരുത്, അതിൽ ദൃഷ്ടി പോലും വീഴരുത്, എതിർപ്പ് വരരുത്. പിന്നെ മറ്റു പുരുഷന്മാരുടെ മുഖത്ത് നോക്കരുത്, വീടിന്റെ പൂമുഖത്ത് എത്തി നോക്കരുത്. ഇങ്ങനെ ഒരുപാട് വിലക്കുകൾ ഇവർക്ക് കവർ ചെയ്തിട്ടുണ്ട്. അത് ഇപ്പൊ പല്ലും വെള്ളയൊന്നും വെള്ള ധരിക്കാറില്ല. പക്ഷെ എങ്കിലും ഇവരെ എതിർപ്പ് വരും. പക്ഷെ നമ്മൾ നോക്കുമ്പോൾ സാർ നോക്കുമ്പോൾ ഈ നമ്മുടെ സമൂഹത്തിൽ ഏറ്റവും കൂടുതൽ വിധവകളാണുള്ളത്. അതെ, ഈ ഭാര്യ മരിച്ച ഭർത്താക്കന്മാരുടെ എണ്ണം അത്രയും അവിടെ വിധവാ പെൻഷൻ ഉണ്ട്. അതെ അതെ, വിധവാ പെൻഷൻ ഉള്ള. അതെ 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 അതെ, അത് ആ വിധവാ പെൻഷൻ. അതൊന്ന്. രണ്ടാമത്തെ കാര്യം, വിധവ എന്നൊരു വാക്ക് നമുക്ക് പരിചിതമാണ്. ഭാര്യ മരിച്ച ഭർത്താവിന് എന്ത് പറയും? അതിന്റെ വാക്ക് ഉണ്ടാക്കി പറഞ്ഞാണ്. അങ്ങനെ വിധുരൻ എന്നൊക്കെ പറയുന്നു. പക്ഷെ അങ്ങനെ ഒരു വാക്കുണ്ടോ എന്ന് എനിക്കറിയില്ല. എങ്കിലും അത് പ്രയോഗത്തിലില്ല. ഇല്ല. അല്ല, അത് നമ്മൾ പറഞ്ഞ കറക്റ്റാണ്. ഈ ഭാര്യ മരിച്ച അടുത്ത വേറെ വിവാഹം ചെയ്ത് പോവാറുണ്ട്. പക്ഷെ സ്ത്രീക്ക് അവകാശം എന്തുകൊണ്ട് നിഷേധിക്കുന്നു ചോദ്യം ഉദിക്കുന്നുണ്ട്. വിശ്വാസത്തിന്റെ പേരിൽ. അതെ അതെ. ഇപ്പൊ ഭാര്യ ഉള്ളപ്പോ തന്നെ ഭർത്താവിന് വേറൊരു സ്ത്രീയെ സ്വീകരിക്കാം. പക്ഷെ സ്ത്രീക്ക് ഭർത്താവ് ജീവിച്ചിരിക്കുമ്പോഴും പറ്റില്ല, മരിച്ചാലും പറ്റില്ല എന്ന് പറയുന്നിടത്ത് ഒരു നമ്മുടെ സമൂഹത്തിൽ അന്ധവിശ്വാസത്തിന്റെ ഭാഗമായി. അതെ, അത് തന്നെയാണ് അത്ര അന്ധവിശ്വാസം. അപ്പൊ ആണാധിപത്യത്തിന്റെ സ്വഭാവം പൂർണ്ണമായും നമ്മുടെ സമൂഹം മാറിയിട്ടില്ല. മാറിയിട്ടില്ല, പലയിടത്തും അത് നിലനിൽക്കുന്നു എന്നുള്ളത്. ഓ ശരി, ഓക്കെ സാർ.